എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സെറ്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഈ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ച് നമുക്ക് എങ്ങനെ ഈ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള 25 ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 25 ദിവസം കൊണ്ട് 25 ടോപ്പിക്കുകൾ ഏത് രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഈ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നമ്മളെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 6 യൂണിറ്റുകളാണ് ഉള്ളത്. 6 യൂണിറ്റുകളിൽ ഓരോ യൂണിറ്റുകളായിട്ട് 10 മൊഡ്യൂളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഭാഗങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. നോക്കാം. ആദ്യത്തെ ടോപ്പിക്ക് ആട്ടക്കഥ എന്നുള്ളതാണ്. ഓക്കെ, ആട്ടക്കഥ അല്ലെങ്കിൽ നമുക്ക് കഥകളി, 2 ടോപ്പിക്കുകൾ ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ, ആട്ടക്കഥയും കഥകളിയും. അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആട്ടക്കഥ കൃതികളൊക്കെ. നമ്മുടെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ആട്ടക്കഥ വിഭാഗത്തിലുണ്ടായിട്ടുള്ള കൃതികൾ, അതിൻ്റെ എഴുത്തുകാർ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, നമുക്ക് ചോദിക്കുന്നതാണ് ഒരു ആട്ടക്കഥ. ഇപ്പോൾ നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്, കീചകവധം ആരാണ് രചിച്ചത്, ഓക്കെ, നിവാദ കവച കാലകേയവധം അതാരാണ് രചിച്ചത്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇനി ഓരോ ആട്ടക്കഥയുടെയും സവിശേഷതകൾ, ഓക്കെ, പ്രധാനപ്പെട്ടിട്ടുള്ള ആട്ടക്കഥകൾ. ഇപ്പം കോട്ടം വിട്ടൊരു കോട്ടയം കഥകൾ 4 എന്ന് പറഞ്ഞിട്ടുള്ള 4 ആട്ടക്കഥകൾ പ്രധാനപ്പെട്ടിട്ടുള്ള ആട്ടക്കഥകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സവിശേഷതകൾ ഉള്ള ആട്ടക്കഥകൾ പഠിക്കുക. അതുപോലെ നളചരിതം ആട്ടക്കഥ ഏറെ സവിശേഷതകളുള്ള ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. അത്തരത്തിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ആട്ടക്കഥകൾ നിങ്ങൾ പഠിക്കുക. കൃതികളും എഴുത്തുകാരും പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകൾ. പിന്നെ അതിലെ പദങ്ങൾ പറഞ്ഞാൽ വരികളുണ്ടാവില്ലേ. അപ്പം നമുക്ക് പാദസാം നിജയം സേതു ബന്ധനോദ്യോഹം എന്തടോ എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ. ഓക്കെ, അപ്പോൾ യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വരികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വരികൾ, പ്രധാനപ്പെട്ടിട്ടുള്ള വരികൾ പഠിക്കണം. ഓക്കെ, പിന്നെ ഈ ആട്ടക്കഥകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശനങ്ങൾ പറയില്ലേ. അപ്പോൾ ഓരോ കൃതിക്കും വിമർശനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഈ ആട്ടക്കഥകളെക്കുറിച്ച് ഈ ആട്ടക്കഥ എഴുതിയിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് തന്നെയാണ് കഥകളിയുടെ അഭിനയ രീതികൾ, ചതുർവിധാഭിനയങ്ങൾ, അതുപോലെ തന്നെ കഥകളി വേഷങ്ങൾ, അതുപോലെ തന്നെ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ കഥകളി ആട്ടക്കഥ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആട്ടക്കഥ തന്നെയാണ്. ആട്ടക്കഥയിൽ നിന്നാണ് ചോദ്യങ്ങൾ നമുക്ക് വന്നു കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. വ്യാകരണം ഒരൊറ്റ ടോപ്പിക്കാണെങ്കിൽ പോലും അതിൽ ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് വേറെ ടോപ്പിക്കായിട്ട് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്നും പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ സന്ധിയിൽ നമുക്ക് പ്രധാനമായിട്ടും കേരള പാണിനീയത്തിലെ 4 സന്ധികളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സന്ധികളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള 4 സന്ധികൾ. അപ്പോൾ ലോപസന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, 2 വർണ്ണങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ ഒരു വർണ്ണം ഇല്ലാണ്ടായി പോകുന്നതാണ് ലോപസന്ധി. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ പുതിയൊരു വർണ്ണം വരുന്നതാണ്. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം പോയി പുതിയൊരു വർണ്ണം വരുന്നതാണ്. ദ്വിത്വസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സന്ധികൾ മാത്രം നമ്മൾ മലയാളം സന്ധികൾ മാത്രം പഠിച്ചാൽ പോരാ. ഈ മലയാള സന്ധികൾക്ക് സമാനമായിട്ട് ലീലാതിലകത്തിലും എന്തുണ്ട്, സന്ധികളുണ്ട്. ഓക്കെ, ലീലാതിലക സൂത്രങ്ങളുണ്ട്. അപ്പോൾ ഓരോ സന്ധിക്കും, ഇപ്പോൾ ലോപസന്ധിക്ക് സമാനമായിട്ടുള്ള ലീലാതിലകത്തിലെ സൂത്രങ്ങൾ നമ്മൾ പഠിക്കണം. ആഗമസന്ധിക്ക് സമാനമായിട്ടുള്ള ലീലാതിലകത്തിലെ സൂത്രങ്ങൾ നമ്മൾ പഠിക്കണം. ആദേശസന്ധിക്ക് സമാനമായിട്ടുള്ള ലീലാതിലക സൂത്രങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ സന്ധി എന്നുള്ള ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ക്ലിയർ.
അടുത്തത് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തമാണ്. ഓക്കെ, സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പൗരസ്ത്യം പഠിക്കണം, പാശ്ചാത്യം പഠിക്കണം. ഓക്കെ, പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ നമുക്ക് പഠിക്കണം. അപ്പോൾ രസഗംഗാധരം പോലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സാഹിത്യകാരന്മാർ, സൈദ്ധാന്തികർ, ആനന്ദവർദ്ധനൻ, കുന്തകൻ, വക്രോക്തി സിദ്ധാന്തത്തിൻ്റെ കുന്തകൻ, അതുപോലെ തന്നെ ധ്വന്യാലോകം പോലുള്ള കൃതികൾ എഴുതിയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള കൃതികൾ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകളിൽ നമ്മൾ കൃതികളും പഠിക്കണം, അവർ ആരാണ്, ആ കൃതി എഴുതിയത് ആരാണ് എന്നുള്ളത് പഠിക്കണം. പിന്നെ നമുക്കതിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഭാഗങ്ങൾ നിർവചനങ്ങളാണ്. അതിൽ തന്നെ കവി, കാവ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, കവി ആരാണ്, കാവ്യം എന്താണ്, ശബ്ദാർത്ഥവും സഹിതവും കാവ്യം, ശബ്ദാർത്ഥവും കാവ്യം, അങ്ങനെയുള്ള വാക്യം, രസാത്മകം, കാവ്യം, അങ്ങനെയുള്ള കുറച്ച് നിർവചനങ്ങളുണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഓരോരുത്തരുടെയും സിദ്ധാന്തങ്ങൾ, അപ്പോൾ വക്രോക്തി സിദ്ധാന്തം, അലങ്കാര സിദ്ധാന്തം, ധ്വനി സിദ്ധാന്തം, അങ്ങനെയുള്ള കുറച്ച് അനുമാന സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട്. അത്തരം സിദ്ധാന്തങ്ങൾ നമ്മളൊന്ന് വായിച്ചിട്ട് പോകണം. പിന്നെ ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് രസസിദ്ധാന്തത്തിൻ്റെ വ്യാഖ്യാനമാണ് കൂടുതലായിട്ടും നമുക്കതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, രസസിദ്ധാന്തത്തിന് ഉൽപ്പത്തിവാദം, ഭുക്തിവാദം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ നോക്കിപ്പോയാൽ നന്നായിരിക്കും. ഇനി നമുക്ക് കവിതയുമായി ബന്ധപ്പെട്ടുള്ള കവിത, ഒരു കടൽ പോലെയുള്ള, മലയാളത്തിൽ നമുക്കൊരു കടൽ പോലെയുള്ളൊരു ടോപ്പിക്കാണ് കവിത, കഥ, നോവൽ. ഓക്കെ, അപ്പോൾ ഇതിൽ കവിതയിൽ നമുക്ക് പ്രാചീന കവിത മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കവിത ഉണ്ടായ രാമചരിതം മുതൽ നമ്മൾ ഇന്ന് കാണുന്ന, ഇപ്പോൾ ഇന്ന് ഒരു കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കവിത വരെയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ പഠിച്ചിരിക്കണം. ഓക്കെ, പ്രാചീനം, പിന്നെ ഒരു മധ്യകാലഘട്ടം, ആധുനികം, ഉത്തരാധുനികം. ഉത്തരാധുനികം പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ, അതിൻ്റെ എഴുത്തുകാർ നമ്മൾ പഠിക്കണം. അതിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. അതിലെ പ്രധാന വരികൾ നമ്മൾ പഠിക്കണം. ഈ കവിതയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം ഒത്തിരി കൃതികൾ, അപ്പം നമ്മുടെ രാമചരിതം മുതൽ ഇന്നുണ്ടായിട്ടുള്ള വരെയുള്ള കൃതികളെല്ലാം പഠിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ നമുക്ക് പ്രാചീന കവിത എന്ന് പറയുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ കവിതകൾ അവസാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കവിതകൾ, ആ ഭാഗങ്ങൾ നമുക്ക് അതിലിനി മാറ്റം വരുത്താനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങൾ, രാമചരിതം, അച്ചിചരിതങ്ങൾ, ചമ്പു കാവ്യങ്ങൾ, മണിപ്രവാള സാഹിത്യം, അതുപോലെ തന്നെ വെൺമണി കവിതകൾ, ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ചോദ്യങ്ങൾ, വരികളൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ആധുനിക കവിത മുതൽ ഉത്തരാധുനിക കവിത വരെയുള്ളതിലാണ് നമുക്ക് എത്ര പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് കിട്ടണം എന്നില്ല ഇത്. കാരണം നമുക്ക് അതിലേതാണ് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രാചീന കവിതയിൽ നമുക്ക് നമ്മളെല്ലാം പഠിച്ചു പോയാൽ നമുക്കതിൽ അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ, മാക്സിമം ചോദ്യങ്ങൾ ഇതുവരെയുള്ള എക്സാമിൽ എന്തായാലും വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നിന്ന് ചോദ്യങ്ങൾ കൂടുതലൊന്നും, ഇനി പുതിയതായിട്ടുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി വന്നിട്ടില്ല. പക്ഷേ ആധുനിക കവിത, ഉത്തരാധുനിക കവിത എന്നൊക്കെ പറയുന്നത് അതിൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഓക്കെ, എങ്കിലും നിങ്ങൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, അതായത് പ്രധാനപ്പെട്ടിട്ട് എഴുത്തുകാരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കുക, കൃതികളുടെ വരികൾ പഠിക്കുക. ഓക്കെ, ക്ലിയർ. പ്രധാനപ്പെട്ടിട്ടുള്ള വരികളാണ് പഠിക്കേണ്ടത്, എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഇനി തുള്ളലാണ്. തുള്ളൽ നമുക്ക് ദൃശ്യകലാ സാഹിത്യ പഠനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് തുള്ളൽ വരുന്നത്. അപ്പോൾ തുള്ളലിൽ നമുക്ക് ഏറ്റവും പഠിക്കാൻ പ്രധാനപ്പെട്ടിട്ടുള്ളത് നമ്പ്യാരുടെ കൃതികളാണ്. നമ്പ്യാരുടെ കൃതികൾ എന്ന് നമ്മൾ 3 വിഭാഗം തുള്ളലുണ്ട് അല്ലേ. അപ്പോൾ ഓരോ വിഭാഗം തുള്ളലിൽ ഉൾക്കൊള്ളുന്ന കൃതികൾ നമ്മൾ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കണം. നമ്മളോട് ചോദിക്കുക എങ്ങനെയാണ് ശീതങ്ങൻ തുള്ളൽ വിഭാഗത്തിൽ പെടുന്ന കൃതി ഏതാണ്, അല്ലെങ്കിൽ പറയൻ തുള്ളൽ വിഭാഗത്തിൽ പെടുന്ന കൃതി ഏതാണ് എന്നുള്ളത്, ഒട്ടൻ തുള്ളൽ വിഭാഗത്തിൽ പെടുന്ന കൃതി ഏതാണ്, ആ രീതിയിലാണ് നമ്മളോട് ചോദിക്കുക. പിന്നെ ഈ തുള്ളലുമായി ബന്ധപ്പെട്ട് നമ്പ്യാരുടെ കൃതികളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഭിന്നാഭിപ്രായങ്ങൾ പഠിക്കണം. തുള്ളൽ വിഭജനങ്ങൾ പഠിക്കണം. നമ്മൾ ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്ങൻ തുള്ളൽ, പിന്നെ അതിൻ്റെ സവിശേഷതകൾ, അതായത് അതിൻ്റെ വേഷങ്ങൾ, അതിൻ്റെ പാട്ടിൻ്റെ രീതി, പാട്ടിൻ്റെ രീതി, അതിലെ വൃത്തങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള വരികൾ, അതൊക്കെ നമ്മളിതിൽ പഠിക്കേണ്ടതാണ്.
അടുത്തത് നോവലാണ്. നോവലിൽ നമുക്ക് നോവൽ വിഭജനങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നോവലിൽ അപസർപ്പക നോവലുണ്ട് അല്ലേ, കുറ്റാന്വേഷണ നോവലുണ്ട്, ചരിത്ര നോവലുണ്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബോധധാര നോവലുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോവലുകളിൽ ഓരോ വിഭാഗത്തിലും ഇടുന്ന നോവലുകൾ ഏതാണ് എന്ന് പഠിക്കണം. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ പറയുന്നത് പോലെ തന്നെ കൃതികളും എഴുത്തുകാരും പഠിക്കണം. ഓരോ കൃതിയും അതിൻ്റെ എഴുത്തുകാരും. ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പ്രമേയം പഠിക്കുക എന്നുള്ളതാണ്. പ്രമേയം നമുക്ക് ഒരു നോവൽ മൊത്തം വായിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോ നോവൽ പേരടിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പ്രധാനപ്പെട്ടിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ആശയം അതിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ സിലബസിൽ പറഞ്ഞ ആളുകളുടെ പ്രധാന നോവലുകൾ നിങ്ങളൊന്ന്, പ്രധാന നോവൽ പറഞ്ഞാൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള നോവലുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള നോവലുകളുടെ പ്രമേയങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ പ്രമേയം പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിലെ കഥാപാത്രങ്ങളെയും പഠിക്കണം. ഓക്കെ, കഥാപാത്രങ്ങളെ പഠിക്കണം. അതുപോലെ തന്നെ നോവലിൽ പ്രധാനപ്പെട്ട കോട്ടിങ്സ്, ഇപ്പം ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ, സംഭാഷണങ്ങൾ, ശകലങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് അത് ഏത് നോവലിൽ വാക്യമാണ് ചോദിച്ചാൽ നമുക്കതറിയണം. അത് മഞ്ഞ് എന്ന് പറഞ്ഞിട്ടുള്ള MTയുടെ നോവലിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നോവലായിട്ടുള്ള മഞ്ഞ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിലെ വാക്കാണ് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് പറഞ്ഞിട്ട്. അതാരാ പറഞ്ഞിട്ടുള്ളത്? സർദാർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കൃതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണ്? മലയാളത്തിലെ ബോധധാര നോവലുകളിൽ ഉൾപ്പെടുന്ന ഒരു നോവലാണ് മഞ്ഞ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള സവിശേഷതകളോടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, ഓക്കെ, അതുകൂടി ഒന്ന് നോക്കി വെക്കണം. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ സിലബസിൽ നമുക്ക് പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഈയിടെയായിട്ട് നമ്മുടെ എക്സാമിൽ കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തേത് തൂലികാനാമങ്ങളാണ്. അതായത് തൂലികാനാമം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേട്ടിട്ട് പോലെയുള്ള എക്സാമുകൾക്കാണ് അത്തരത്തിലുള്ള വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തൂലികാനാമങ്ങൾ തന്നെ നമുക്കറിയാലോ. ഇപ്പോൾ നമ്മൾ അക്കിത്തം എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേര് അച്യുതൻ നമ്പൂതിരി എന്നാണ് അല്ലേ. ഉറൂബ് എന്ന് പറഞ്ഞ ആളുടെ യഥാർത്ഥ നാമം എന്താണ്? PC കുട്ടിക്കൃഷ്ണൻ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള തൂലികാനാമം യഥാർത്ഥ നാമം നമ്മൾ പഠിക്കണം. പിന്നെ അപരനാമങ്ങൾ, ഇപ്പോൾ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? CV രാമൻപിള്ളയാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മുടെ രാമചരിതം എഴുതിയിട്ടുള്ള ചീരാമനാണ്. അപ്പോൾ അങ്ങനെയുള്ള അപരനാമങ്ങൾ. പിന്നെ വിശേഷണങ്ങൾ പഠിക്കണം. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്, കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഇനി വൃത്തമാണ്. വൃത്തത്തിൽ നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ലക്ഷണം, ഉദാഹരണം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം വൃത്തത്തിൽ നമുക്ക് ചോദിക്കുന്നത് ലക്ഷണം മുഴുവനായിട്ട് പറയില്ല. നമുക്കതിൻ്റെ നമ്മളിപ്പോൾ യഗണം, മഗണം, തഗണം എന്നൊക്കെ പറയുന്ന ആ ഗണങ്ങൾ തരും. എന്നിട്ട് അതേത് വൃത്തമാണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണം തരും, ഇത് ഏത് വൃത്തമാണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളിൽ വൃത്തം ചോദിക്കും. ഇപ്പോൾ കുമാരനാശാൻ്റെയൊക്കെ കൃതികളിൽ ഏത് വൃത്തമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആ രീതിയിലുള്ള ചോദ്യങ്ങളും വൃത്തം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇനി കേരള സംസ്കാരമാണ്. ഓക്കെ, കേരള സംസ്കാരത്തിൽ നിന്നും പൊതുവേ നമുക്ക് ഒരു വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എങ്കിലും നമുക്കിതിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലാദ്യത്തേത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കലാപങ്ങളാണ്. കലാപങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, കുണ്ടറ വിളംബരം, അങ്ങനത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. പഴശ്ശി കലാപം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഉദയം പേരൂർ സുനഹദോസ്, കൂനൻ കുരിശ് സത്യ, അങ്ങനത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ ചേരുംപടി ചേർക്കാനായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല, ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി പോകാം. പിന്നെ വന്നിട്ടുള്ളത് നവോത്ഥാനമാണ്. നവോത്ഥാന നായകർ, അവരുടെ കൃതികൾ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വൈദേശികാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാരൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ സാഹിത്യത്തിന് തന്നിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡച്ചുകാരാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി അല്ലേ. അപ്പോൾ അതുപോലെയുള്ള മറ്റ് വൈദേശികരും അല്ലെങ്കിൽ വിദേശീയരും തന്നിട്ടുള്ള മലയാള സാഹിത്യത്തിന് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള സംഭാവനകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് സംഘസാഹിത്യമാണ്. സംഘസാഹിത്യത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ തിണകളാണ്. 5 തിണകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും അതിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൃതികൾ, സംഘസാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള കൃതികൾ, അതുപോലെ തന്നെ അന്നത്തെ പ്രധാന കവികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പഠിക്കാനുള്ളത് തന്നെയാണ്. ക്ലിയർ? ഇനി പറയാനുള്ളത് അനുവർത്തനമാണ്. അനുവർത്തനം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കൃതി സിനിമയായി മാറുന്നതാണ്
അപ്പോൾ നമുക്കതിൽ കൂടുതലായിട്ട് പഠിക്കാൻ ഒന്നുമില്ല. കൃതികൾ, ആ കൃതിൻ്റെ സിനിമ ഏതാണ് എന്നുള്ളത്. ഇപ്പം നമുക്ക് നമ്മളെപ്പോഴും പറയുന്നത് ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ്. തകഴിയുടെ ചെമ്മീൻ എന്നുള്ള കൃതി അതേ പേരിൽ തന്നെ എന്തായിട്ടുണ്ട്, സിനിമയായിട്ടുണ്ട്. ഇപ്പോൾ ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ഭാർഗവീതിലയം എന്ന് പറയുന്ന കൃതിയായിട്ടുണ്ട് അല്ലേ. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി, അതാണ് എന്തായിട്ടുള്ളത്, മഴ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൃതികൾ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അനുവർത്തനങ്ങൾ. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ആടുജീവിതമാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് അനുവർത്തനം. പിന്നെ ശാസനമാണ്. ശാസനം നമുക്ക് ഗദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ശാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ശാസനത്തിൻ്റെയും സവിശേഷത. ഏറ്റവും പ്രാചീന ശാസനമായിട്ടുള്ള വാഴപ്പള്ളി ശാസനം മുതൽ നമുക്ക് യുദ്ധശാസനം, തരിസാപ്പള്ളി ശാസനം, മാമ്പള്ളി ശാസനം, ചൊക്കൂർ ശാസനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ശാസനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ സവിശേഷതകൾ, ഇത് ഏത് രാജാക്കന്മാരുടെ കാലത്താണ് അല്ലെങ്കിൽ ഏത് രാജാക്കന്മാരാണ് ഈ ശാസനം പുറപ്പെടുവിച്ചത്, അതിൻ്റെ കാലഘട്ടം, അതിലുപയോഗിച്ചിട്ടുള്ള ലിപി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശാസനവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. അടുത്തത് അലങ്കാരം. നമ്മൾ വൃത്തം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണവും അതിൻ്റെ ഉദാഹരണവുമാണ് ചോദിക്കുന്നത്. ഓക്കെ, ലക്ഷണം പറയും, ഇതേത് അലങ്കാരമാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു ഉദാഹരണം തരും. ആ ഉദാഹരണം ഏത് അലങ്കാരമാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ക്ലിയർ? ഇനി പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാഹിത്യ സിദ്ധാന്തത്തിൽ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളും അവരുടെ സിദ്ധാന്തങ്ങളുമാണ്. ഇപ്പോൾ ടോൾസ്റ്റോയി, ഷെല്ലി, വേർഡ്സ്വർത്ത്, അങ്ങനെയുള്ള ടി.എസ്. എലിയറ്റ്, അങ്ങനെയുള്ളവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങൾ, അവരുടെ കൃതികൾ ഒക്കെയാണ് നമുക്ക് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തത്തിൽ പഠിക്കാനുള്ളത്. ഇനി ആത്മകഥയാണ്. ആത്മകഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുത്തുകാർ, കൃതി, അതിൻ്റെ എഴുത്തുകാർ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആത്മകഥയുടെ പ്രത്യേകതകളും അതിൻ്റെ പ്രധാന ആശയങ്ങൾ പറയുന്ന ഓരോ ആത്മകഥയിലും എന്താണ് പറയുന്നത് എന്നുള്ളത് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കൊരു അറിവുണ്ടാവും അതിനെക്കുറിച്ച്. ഓക്കെ, ഓരോ കൃതിയെക്കുറിച്ച്. പക്ഷേ നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ഒരു കൃതി, ഇന്ന കൃതി ആരെഴുതി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഈ ഭാഷാ വികാസം, അതിൽ നമുക്ക് ഭാഷ എങ്ങനെയാണ് ഉണ്ടായത്, മലയാളം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വാദങ്ങൾ, ഇപ്പോൾ സംസ്കൃതജന്യവാദം, തമിഴ് ജന്യവാദം, മിശ്രഭാഷാവാദം, അങ്ങനെയുള്ള വാദങ്ങൾ, അതിൻ്റെ വക്താക്കൾ, അതിലവരെന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഭാഷയുണ്ടായി എന്നാണ് അവർ പറയുന്നത്, ആ കാര്യങ്ങൾ അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. നമുക്കത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഭാഗം പഠിക്കാനുള്ളത്. ഇനി നിരൂപണത്തിൽ നമ്മൾ നോവലും കഥയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വലിയൊരു കടലാണ്. അപ്പം പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ, അതിൻ്റെ എഴുത്തുകാർ, അപ്പം നമ്മൾ ഏത് എഴുത്തുകാരൻ ആരുടെ എഴുത്തിനെയാണ് വിമർശിച്ചത് എന്നുള്ളത് നമുക്കറിയണം. ഓക്കെ, പ്രധാനപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ, അതായത് ഈ വിമർശിച്ചിട്ടുള്ള കോട്ടിങ്സുകൾ ഉണ്ടാവുമല്ലോ, ഇന്ന ഓരോ കൃതിയെക്കുറിച്ച് പറഞ്ഞത്, ഓരോ ആളിനെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെ ഓരോ എഴുത്തുകാരുടെ രീതികളെക്കുറിച്ച് പറഞ്ഞത്, അങ്ങനത്തെ വിമർശനങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഒരു കൃതിയിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്, ഇപ്പം എം ലീലാവതിയുടെ കണ്ണീരും മഴവില്ലും എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിൽ പറയുന്നത് വിലാപകാവ്യങ്ങളെക്കുറിച്ചാണ്. അപ്പം അങ്ങനെ ഓരോ കൃതിയിലും എന്തിനെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ആരുടെ കൃതികളെയാണ് വിമർശന വിധേയമാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ക്ലിയർ? ഇനി യാത്രാവിവരണമാണ്. നമ്മൾ ഇതിൽ നിന്നായാലും നമുക്ക് കൃതിയും എഴുത്തുകാർ, ആ രീതിയിലുള്ള ചോദ്യം മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു കൃതി തരും, അത് ആരെഴുതി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മാധ്യമ പഠനമാണ്. നമുക്ക് കുറച്ച് അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് കേട്ടോ. പ്രധാനപ്പെട്ടിട്ടുള്ള പത്രങ്ങൾ, രാജ്യസമാചാരം മുതൽ ഇന്ന് നമ്മൾ വായിക്കുന്ന മാതൃഭൂമി, മനോരമ വരെയുള്ള പത്രങ്ങളെക്കുറിച്ചുള്ള വിവരം, പ്രധാനപ്പെട്ടുള്ള മാസികകൾ, ഭാഷാഭൂഷണി, വിദ്യാവിലാസിനി, വിദ്യാസംഗ്രഹം തുടങ്ങിയിട്ടുള്ള മാസികകൾ, അതിൻ്റെ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ടിട്ടുള്ള ചാനലുകൾ, ഇപ്പം ആദ്യത്തെ സ്വകാര്യ ചാനൽ ഏഷ്യാനെറ്റ് മുതൽ നമ്മൾ പ്രവർത്തിച്ചു വരുന്ന ചാനലുകളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ ഇതിൽ പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. ഭാഷാശാസ്ത്രം നമുക്ക് സ്വനം, സ്വനിമം, രൂപിമം,
പ്രധാനപ്പെട്ടുള്ള ഭാഷാശാസ്ത്രജ്ഞർ വാക്യവിജ്ഞാനിയും അർത്ഥവിജ്ഞാനിയും അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ അക്ഷരം ഇപ്പോൾ റ, ര, ക എന്നൊക്കെ പറയണമെങ്കിൽ ഓരോ ഇതിൽ പെടുന്ന അക്ഷരങ്ങളാണ്. അതിനൊക്കെ ഓരോ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ കമ്പിതം, മുൽക്ഷിപ്തം അങ്ങനത്തെ കുറച്ച് പേരുകളുണ്ട്. ആ പേരുകളിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ ആ ഒരു വിഭജനം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ, സ്വനം സ്വനിമൊക്കെ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി വിവർത്തനം. പ്രധാന കൃതികൾ എഴുത്തുകാരെ അറിയുന്ന. ശരിക്കും വിവർത്തനം നമ്മുടെ സിലബസിലില്ല, പക്ഷേ ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം നാടകമായാലും അതുപോലെ തന്നെ നോവലുകളായാലും ഇപ്പോൾ ബഷീറിൻ്റെ കൃതികളൊക്കെ വിവർത്തനം ചെയ്തത് ആരാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫോക്ലോറാണ്. ഫോക്ലോർ കൃതികൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഫോക്ലോറിൻ്റെ നമ്മൾ സാഹിത്യകൃതികളില്ല, അതായത് നമ്മൾ എരുമേലിയുടെ മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ കേരള സംസ്കാരം, അങ്ങനെ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന സാഹിത്യ ചരിത്രങ്ങളില്ലേ, അതുപോലെ നമുക്ക് ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ, അങ്ങനെയുള്ള കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നാടൻ കലകൾ, ആചാരങ്ങൾ, ഇപ്പോൾ ചവിട്ട് നാടകം, മാപ്പിളപ്പാട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരറിവുണ്ടായിരിക്കണം. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കൃതികളാണ്. രാഘവൻ പയ്യനാടിൻ്റെ കൃതികൾ, വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൃതികൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്നും കണ്ടിട്ടുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് സമാസമാണ്. നമുക്ക് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഇതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ തൽപുരുഷ സമാസം എന്താണ്, ബഹുവ്രീഹി എന്താണ്, അവ്യയീഭവൻ എന്താണ്, ദ്വന്ദ്വ സമാസം എന്താണ്, കർമ്മധാരായൻ, രൂപക സമാസം, ഉപമിത സമാസം, ഇതൊക്കെ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ഉദാഹരണമാണ് തരിക, അത് ഏത് സമാസത്തിൽ പെടുന്നു എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി ചെറുകഥയാണ്. നോവൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ചെറുകഥയും പഠിക്കേണ്ടത്. കൃതികളും എഴുത്തുകാരും പഠിക്കണം, കൃതിൻ്റെ പ്രമേയം പഠിക്കണം, കഥാപാത്രങ്ങൾ പഠിക്കണം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള അതിലെ സംഭാഷണങ്ങൾ, വിമർശനങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. നാടകത്തിൻ്റെയും കൃതികൾ എഴുത്തുകാർ എന്നുള്ള രീതിയിൽ പഠിക്കണം. പ്രധാന സംഭാഷണങ്ങൾ പഠിക്കണം, കഥാപാത്രങ്ങൾ പഠിക്കണം, സവിശേഷതകൾ പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകം അല്ലെങ്കിൽ ആദ്യത്തെ രാഷ്ട്രീയ നാടകം, അങ്ങനത്തെ സവിശേഷതകൾ. പിന്നെ നാടകവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ പഠിക്കണം. വിമർശനങ്ങളൊക്കെ നമുക്ക് എല്ലാത്തിലും പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കേട്ടറ്റ് പോലെയുള്ള അല്ലെങ്കിൽ PSC പോലെയുള്ള എക്സാമിൽ ചില ഭാഗങ്ങൾ നമ്മൾ റീസെൻ്റായിട്ട് നമ്മുടെ എക്സാമുകളിൽ കണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ട് തൂലികാനാമങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ വന്നിട്ടുള്ളത് പദശുദ്ധി, വാക്യശുദ്ധി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു പദം എങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് വരുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ എഴുതുന്നത്, നമ്മൾ പറയുന്നത് ശരിയാണ് എന്ന് വിചാരിക്കും. പക്ഷേ ആ വാക്കുകളിൽ, മലയാള പദങ്ങളിൽ പലതും നമ്മൾ പറയുന്നത് എന്താണ്, തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള തെറ്റ് വരുത്താതെ നമ്മളൊരു പദം പറയുക അല്ലെങ്കിൽ എഴുതുക, അതാണ് പദശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്യശുദ്ധി എന്ന് പറഞ്ഞാലും അത് തന്നെ, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറാതെ അല്ലെങ്കിൽ അർത്ഥവ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ അർത്ഥം മാറാതെ നമ്മളൊരു കാര്യം പറയുന്നതാണ് വാക്യശുദ്ധി. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ കേട്ടറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്കത് കുറച്ച് ഈസി ആയിട്ട് മാറും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു 25 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ 25 ടോപ്പിക്കുകൾ പറഞ്ഞു. ഇതെല്ലാം പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നത്, അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ ഇനി ലാസ്റ്റ് മിനിറ്റിലെ ഈ ഒരു പഠനത്തിന് കുറച്ചുകൂടി എളുപ്പമാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.